ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പ്രീവിയസ് വീഡിയോയിലൂടെ നമ്മൾ BBK ഇലക്ട്രോണിക്സിനെ പറ്റിയും വിവോ, ഓപ്പോ, OnePlus എന്ന 3 സ്മാർട്ട് ഫോൺ കമ്പനീസിനെ പറ്റി സംസാരിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് IQ, റിയൽമി എന്ന് പറയുന്ന 2 ബ്രാൻഡുകളെ പറ്റിയാണ്. ആക്ച്വലി ഒരു ചെസ് ഗെയിം കളിക്കുന്ന പോലെയാണ് ഈ BBK ഇലക്ട്രോണിക്സ് കസ്റ്റമേഴ്സിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവർക്ക് മറ്റുള്ള ബ്രാൻഡ്സുകൾക്ക് എതിരെ കോമ്പീറ്റ് ചെയ്യുന്നതിന് പകരം ഈ BBK ഇലക്ട്രോണിക്സ് തന്നെ പല ബ്രാൻഡുകൾ ഉണ്ടാക്കി പരസ്പരം കോമ്പീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവരിവിടെ മാർക്കറ്റ് വിൻ ചെയ്യുകയാണ്. അടുത്തായിട്ട് നമുക്ക് റിയൽമിനെ പറ്റി പഠിക്കാം. ഈ റിയൽമി എന്ന് പറഞ്ഞ ഒരു അഗ്രസീവ് പ്ലെയർ ആണ്. റിയൽമി ആരെ ഫോക്കസ് ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകുന്നതെന്ന് അറിയാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കസ്റ്റമേഴ്സ്, അതേപോലെ തന്നെ കൂടുതൽ സ്പെക്സ് നോക്കുന്ന ആൾക്കാരില്ലേ, അവരെ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന യങ്സ്റ്റേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് റിയൽമി. റിയൽമി എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ബിഗർ ബാറ്ററീസ് കൊടുക്കുന്നു, അതുപോലെ നല്ല പെർഫോമൻസ് കൊടുക്കുന്നു, ഫാസ്റ്റ് ചാർജിങ് കൊടുക്കുന്നു, ഡിസ്പ്ലേ നോക്കിയാൽ നല്ല റിഫ്രഷ് റേറ്റ് ഉള്ള നല്ല അടിപൊളി ഡിസ്പ്ലേ കൊടുക്കുന്നു, നല്ല പവർഫുൾ ആയിട്ടുള്ള പ്രോസസർ കൊടുക്കുന്നു. റിയൽമി ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് നമ്പേഴ്സിനെയാണ്, അല്ലാതെ റിഫൈൻമെന്റിനെ അല്ല. ക്യാമറ ട്യൂണിങ്ങിനെ പറ്റിയും സോഫ്റ്റ്വെയർ പോളിഷിങ്ങിനെ പറ്റിയും ലോങ് ടേം യൂസേജിനെ പറ്റിയൊന്നും ഇവർ തിങ്ക് ചെയ്യുന്ന പോലും ഇല്ല. അങ്ങനെ ചെറിയ ബഡ്ജറ്റിൽ കൂടുതൽ ഫോക്കസ് വേണ്ട യങ്സ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇവിടെ റിയൽമി മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഓപ്പോയെയും വിവോയെയും ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ അവരുടെ മാർക്കറ്റ് മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഗെയിം പ്ലെയർ ആണ് IQ. നമുക്ക് എല്ലാവർക്കും അറിയാം IQ എന്ന് പറയുന്നത് വിവോയുടെ ഒരു സബ് ബ്രാൻഡാണ്. വിവോ ഇവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? വിവോ വന്നിരിക്കുന്നത് BBK ഇലക്ട്രോണിക്സിന്റെ ആണ്. അങ്ങനെ IQയും ഒരു BBK ഇലക്ട്രോണിക്സിന്റെ സബ് ബ്രാൻഡാണ്. ചെറിയ കോസ്റ്റിൽ ഹയർ പെർഫോമൻസ് വേണ്ട കസ്റ്റമേഴ്സിനെയാണ് ഇവിടെ IQ ഫോക്കസ് ചെയ്യുന്നത്. IQ ഒരിക്കലും ഒരു ക്യാമറയോ അല്ലെങ്കിൽ ഡിസൈനോ നോക്കിയിട്ടല്ല മുമ്പോട്ട് പോകുന്നത്. IQ നോക്കുന്നത് പെർഫോമൻസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ IQ കൊടുക്കുന്നത് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ അല്ലെങ്കിൽ നിയർ ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ ആയിരിക്കും. ഒരു ഗെയിമിംഗ് ആണ് നമ്മളുടെ പ്രയോറിറ്റി എങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് IQ തന്നെയാണ്. ഇവിടെ ക്യാമറയ്ക്കും ഡിസൈനും ഒക്കെ ബാക്ക് സീറ്റ് മാത്രമേ ഉള്ളൂ, അവരൊന്നും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. ഇനി ഇവിടെ പ്രോസസറും ബാറ്ററിയും സ്ട്രാറ്റജി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഓപ്പോയും അതേപോലെ വിവോയും പ്രോസസറിന്റെ കാര്യം വരുമ്പോൾ ഒരുപടി താഴെയാണ്. അതേപോലെ തന്നെ OnePlusഉം IQയും വരുമ്പോൾ എപ്പോഴും ഒരുപടി മുകളിലാണ്. ഇത് ഇവർ അറിഞ്ഞ് ചെയ്യുന്ന കാര്യമാണ്. അതായത് മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി വരുമ്പോൾ ഇവിടെ ഹയർ ബാറ്ററി എഫിഷ്യൻസിയാണ്, ലോവർ കോസ്റ്റ് ആണ്, അതേപോലെ തന്നെ ഓവർ ഹീറ്റിംഗിന്റെ ആ പ്രോബ്ലമേ ഇവിടെ സോൾവ് ആകുന്നുണ്ട്. അങ്ങനെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള OnePlusനും IQനും കിട്ടുന്നു സ്നാപ്ഡ്രാഗൺ പ്രോസസർ. അങ്ങനെ ഈ BBKയുടെ ഓവറോൾ സ്ട്രാറ്റജി നമുക്ക് ഒന്നുകൂടെ പറയാം. അതായത് ക്യാമറ ലവേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വിവോ പോകുന്നു, ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രീമിയം കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നു ഓപ്പോ. പെർഫോമൻസ് ആണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ OnePlusഉം IQ ആണ് നിങ്ങളുടെ പ്രയോറിറ്റി. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നു റിയൽമി. ഇതേ സമയം IQ ചെയ്യുന്നതോ ഗെയിമേഴ്സിനെയും പവർ യൂസേഴ്സിനെയും മൊത്തം കയ്യിലെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ആപ്പിളിന്റെ എക്കോസിസ്റ്റം എപ്പോഴും പറയുന്ന പോലെ BBKക്ക് ഇവിടെ ഒരു ഇക്കോസിസ്റ്റം അവർ ബിൽഡ് ചെയ്തിരിക്കുകയാണ്. ഈ കസ്റ്റമേഴ്സ് ആരും ഇവരുടെ ഈ ഇക്കോസിസ്റ്റം വിട്ട് പുറത്തു പോകുന്നില്ല. ഇവർക്ക് തന്നെ ചൂസ് ചെയ്യാൻ ധാരാളം ഓപ്ഷൻ ആണ് ഇതിനുള്ളിൽ തന്നെ. BBK ഇലക്ട്രോണിക്സ് ഇവിടെ വിൽക്കുന്നത് ഫോണുകളല്ല, പക്ഷേ നല്ല സ്ട്രാറ്റജീസ് ആണ്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.